ഞാൻ അതിനു മുമ്പ് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പരിപാടികൾ സ്ഥിരമായിട്ട് പങ്കെടുക്കും. എൻ്റെ പരിഷത്തിൻ്റെ മറ്റേ കലാജാഥകൾ അതല്ലെങ്കിൽ മറ്റേ ഈ വിജ്ഞാനോത്സവങ്ങൾ അതിലേക്ക് സ്ഥിരമായിട്ട് സമ്മാനം കിട്ടുമായിരുന്നു. യുറേക്ക വിജ്ഞാനോത്സവം എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ കുട്ടികളെ ആകർഷിക്കുന്നു. അപ്പോൾ അതിലെല്ലാം സ്ഥിരമായി പോയിരുന്നു. അപ്പോൾ എനിക്കൊരു ലെഫ്റ്റ് താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം അന്ന് 91-ലൊക്കെ ഗൾഫ് വാറൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷ ആശയം ഉള്ള കുട്ടികളൊക്കെ ഇറാഖിൻ്റെ കൂടെയും അപ്പുറത്ത് എൻ്റെ തന്നെ വീട്ടിൽ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികളൊക്കെ അമേരിക്കയുടെ കൂടെയൊക്കെ ആയിട്ട് ഞങ്ങളെ അവർ പാട്രിയറ്റ് മിസൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്കഡ് മിസൈൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്ദാം ഹുസൈനെ ആരാധിക്കുന്നു, അവർ ജോർജ് ബുഷിനെ ആരാധിക്കുന്നു, അങ്ങനെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് ലെഫ്റ്റാണ് താല്പര്യം. അപ്പോൾ അതെന്തുകൊണ്ടും അങ്ങനെ വന്നു. പിന്നെ എനിക്ക് വന്നത് 89-ലല്ലേ വി പി സിംഗ് പ്രൈം മിനിസ്റ്റർ വന്ന് 89-ലെ. അപ്പോൾ ആ ഇലക്ഷനൊക്കെയാണ് എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഇലക്ഷനൊക്കെ. അന്ന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം, മറ്റേ ബോഫേഴ്സിന് ശേഷമുള്ള പിന്നെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ അന്നൊക്കെ എൻ്റെ വീട്ടിലിങ്ങനെ അച്ഛനും ഒക്കെ ഞാൻ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ലെഫ്റ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈസ്കൂളിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും SFIയിൽ ജോയിൻ ചെയ്യുക. കാരണം കുറേ സുഹൃത്തുക്കൾ അതിലുള്ളത്. അവിടെ പോയിട്ട് SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടസ്റ്റ് ചെയ്തു. കാരണം അവിടെ SFI ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ പോയി കണ്ടസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഐഡിയോളജിക്കലി ഏറ്റവും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന BJPയിലേക്കുള്ള അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്, അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ അന്ന് നമ്മളൊരു വായന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം വരുന്ന അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരായിരുന്നു വീട്ടിൽ. അച്ഛൻ അന്ന് സ്റ്റേഷൻ മാസ്റ്റർ, ആദ്യം ആർമിയിലായിരുന്നു, പിന്നെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും. ഈ പിന്നെ റെയിൽവേയിൽ വരുമല്ലോ പുസ്തകങ്ങളൊക്കെ വരും, ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവരും. പിന്നെ മാതൃഭൂമി വീക്കിലി എനിക്കൊന്നൊരു 30-40 വർഷത്തെ മാതൃഭൂമി വീക്കിലി വീട്ടിൽ സ്റ്റോക്ക് അങ്ങനെ. അപ്പോൾ വായന ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇന്ത്യയിൽ ഒന്ന് 90s ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികളുടെ ഇടയിലൊക്കെ മനസ്സിലൊക്കെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, കറപ്റ്റ് അല്ലാത്ത ഡിസിസീവായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലീഡർഷിപ്പ് ഉള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി, അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒറേറ്റർ. അന്ന് അച്ഛൻ്റെ ഒരു വാക്കുകൂടി എന്നെ അതിലേക്ക് ആകർഷിച്ചു. അച്ഛൻ ഒരു തവണ പറഞ്ഞത്, അച്ഛൻ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ അന്ന് അച്ഛൻ എക്സ്റ്റേണൽ അഫയേഴ്സിലാണ്. ആർമിയിൽ നിന്ന് വിട്ടിട്ട് റെയിൽവേയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ 1 വർഷക്കാലം എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്. ആ സമയത്ത് രാംലീല മൈതാനിൽ അടൽജിയുടെ സ്പീച്ച് കേട്ടതിനെ കുറിച്ച് അച്ഛൻ ദിവസം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ഹിന്ദിയിലും ഒക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ കവിത തുളുമ്പുന്നത് പോലെയാണ് അടൽജിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ വീശിയിട്ടുള്ള വാജ്പേയിയുടെ പ്രസംഗത്തെക്കുറിച്ചിട്ട് അച്ഛനും എന്തോ ഒരു തവണ യാദൃശ്യമായിട്ട് പറഞ്ഞു. പിന്നീട് എനിക്ക് വന്നത് മനോരമയുടെ എഡിറ്റോറിയലോ മറ്റോ ആരോ ഈ അടൽജിയുടെ സ്പീച്ചിനെ കുറിച്ചൊരു ഗംഭീര ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എന്നാൽ വാജ്പേയി ഇങ്ങനെ പ്രൈം മിനിസ്റ്റർഷിപ്പിക്ക് വരും, അബ് കി ബാരി അടൽ ബിഹാരി എന്ന് പറഞ്ഞിട്ട് BJPയുടെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സാഹചര്യം കൂടിയാണ്. ഞാനിങ്ങനെ ഇതറിയാൻ വേണ്ടിയിട്ട് വായിക്കും, വാജ്പേയിയെ കുറിച്ച് അറിയാൻ വേണ്ടി വായിക്കും. അപ്പോൾ വാജ്പേയി, അഡ്വാനി, ജോഷി ത്രയം ആ സമയത്ത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പുതിയൊരു ഇവരെ കൊണ്ട് കഴിയുമെന്നൊരു തോന്നൽ അന്നത്തെ സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് BJPക്ക് ഒരു ആകർഷണം ഉണ്ടായത്. അങ്ങനെ ജോയിൻ ചെയ്തല്ല, അന്ന് ഞാനൊരു BJPക്കാരനായി മാറി. പിന്നീട് ഞാൻ BJPയുടെ ഒരു പൊസിഷനിലെത്തുന്ന ഒരു പ്രവർത്തനമായി മാറുന്നത് വളരെ ലേറ്റാണ്. അന്നൊന്നും എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കൊന്നുമില്ല. പക്ഷെ മാനസാന്തരം സംഭവിക്കുക എന്ന് പറയില്ലേ, ആ ഒരു മാനസാന്തരം സംഭവിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ SFIയിൽ കഴിഞ്ഞ ആ സമയത്ത് തന്നെ സംഭവിക്കുന്നു. പിന്നീട് ഞാനൊരു ആക്റ്റീവ് പൊളിറ്റിക്സിക്കൊക്കെ വരുന്നത് കോളേജിലേക്ക് പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ കുറച്ചൊക്കെ പ്രവർത്തനത്തെ യുവമോർച്ചയുടെ ഒരു ചുമതലയ്ക്കൊക്കെ, സാധാരണ പഞ്ചായത്ത് ചുമതലയ്ക്കൊക്കെ വരുന്നത്. പക്ഷെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ BJP ഇല്ല. BJP വളരെ കുറച്ചാണുള്ളത്. ഒരു വിരലിലെണ്ണാവുന്ന വോട്ടാണ് വാർഡിലൊക്കെ കിട്ടുക, അതിലപ്പുറം ഒന്നും BJP ഇല്ല. പക്ഷെ എന്നാലും പിന്നെ അന്ന് അപ്പോഴേക്ക് വാജ്പേയിയുടെ ഫസ്റ്റ് ഗവൺമെൻറ് വന്നു. ന്യൂക്ലിയർ സ്ഫോടനം കാര്യങ്ങളുണ്ടായി. ആദ്യം 13 ദിവസത്തെ വന്നു, പിന്നെ 13 മാസത്തെ വന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഫസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അച്ഛൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടിരുന്നു. ആദ്യത്തെ 13 ദിവസത്തെ സർക്കാരിലെ മന്ത്രിമാരുടെ ഒരു പോർട്ട്ഫോളിയോസ് എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഘനഗംഭീരന്മാരായിട്ടുള്ള ആളുകളാണ്. 13 ദിവസത്തെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും അതെങ്ങനെ പ്രമോദ് മഹാജൻ അത് എന്തുകൊണ്ട് 13 ദിവസത്തെ ചൂസ് ചെയ്തു, ഗവൺമെൻറ് എടുക്കണം, ഒരിക്കലും ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് പോലും 13 ദിവസത്തെ എന്തിന് ഭരണം ഏറ്റെടുത്തു അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കാണുന്ന സമയത്ത് നമുക്കൊരു താല്പര്യം തോന്നില്ല. അങ്ങനെ താല്പര്യം തോന്നിയിരുന്നു.
ബിജെപിയിലേക്ക് അട്രാക്ട് ചെയ്ത ചില റീസൺസ് പറഞ്ഞു, ഉം. ഡിസൈസീവ് ആയിട്ട്, അതെ, അതെ. കറപ്ഷൻ അല്ലാത്ത സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്ന ആ കാരണങ്ങളൊക്കെ ഇന്നും ബി ജെ പി നിൽക്കുന്ന റീസൺസ് തന്നെയാണ്. നമ്മൾ നാഷണലി നോക്കിയാൽ ഈ ക്വാളിറ്റീസ് എല്ലാം ഇന്നും ബി ജെ പിക്ക് ഉണ്ട്, ഇല്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, അടൽ ബിഹാരി വാജ്പേയിനെ പോലെ ഒരു ലീഡർഷിപ്പ് ഇപ്പോൾ ഇല്ലല്ലോ. ഇത്രയും വൈവിധ്യപൂർണമായിട്ടുള്ള 10-13 പാർട്ടികളെ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് കുറേ കാലം നന്നായി കൊണ്ടുപോകാൻ പറ്റിയല്ലോ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും വാജ്പേയി എന്ന് പറഞ്ഞൊരു ഫിഗറിനെ എല്ലാവരും അന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അതുകൊണ്ടാണല്ലോ വാജ്പേയി പോയിട്ട് ഗുജറാത്തിൽ രാജധർമ്മം പാലിക്കണമെന്ന് പറഞ്ഞ, അത് അദ്ദേഹത്തിൻ്റെ ഒരു കവിത്വമുള്ള ഹൃദയം ഉണ്ടായിരുന്നു ഒരു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുക. ഇന്ന് ആ രീതിയിലൊരു ഉപദേശം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ നൈർമല്യമൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇപ്പോൾ വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് സംഘടനയ്ക്കകത്തുള്ളത്. അത് നമുക്ക് ഒരു ജനാധിപത്യ മൂല്യങ്ങളോട് കുറച്ചെങ്കിലും റെസ്പെക്റ്റുള്ള ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ. സന്ദീപിന്റെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഒരു മാറ്റം, അത് ഐഡിയോളജിക്കൽ ആണോ അതോ പേഴ്സണൽ ആണോ? ഇതിൽ രണ്ട് തരത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് സംഭവിച്ചു. ഞാൻ ഇനീഷ്യലി വിചാരിച്ചിരുന്നു ഇതെല്ലാം വ്യക്തികളുടെ വ്യക്തി വിരോധത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളായിരിക്കും എനിക്ക് നേരെ ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ വ്യക്തികൾക്കൊക്കെ എന്നോട് വിരോധം തോന്നാനുണ്ടായ അടിസ്ഥാനപരമായ കാരണം പ്രത്യയശാസ്ത്രപരമായി അവരുടെ ഉള്ളിലുള്ള വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ തന്നെയാണ്. കാരണം മറ്റ് വ്യക്തികളോട് ഒരാളുടെ സഹിഷ്ണുത എന്ന് പറഞ്ഞ് തൊട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ ലീഡർഷിപ്പിനകത്ത്, ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കെവിടെയും അതിനുള്ളൊരു കരുതലോ സ്നേഹമോ ഒരു സഹജീവികളോടുള്ള ഒരു ആർദ്രതയോ ഒന്നും എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഇതെല്ലാം വ്യക്തികേന്ദ്രീകൃതമായിരിക്കും, വ്യക്തിയാധിഷ്ഠിതമായിരിക്കുന്ന കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, ഇത് അതിൻ്റെ പൊതു സ്വഭാവമാണ്, ആ ഇക്കോ സിസ്റ്റത്തിൻ്റെ പൊതു സ്വഭാവമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അതിലൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആവശ്യമുണ്ട് എന്ന് എനിക്കും തോന്നിയത്. കുറച്ചുകൂടി മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറണം എന്ന് തോന്നിയത്. അപ്പോൾ ഇത് സുരേന്ദ്രൻ്റെ പ്രശ്നമല്ല, ഇത് ബി ജെ പിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ്. ഡെഫിനറ്റ്ലി ബി ജെ പിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം അതിൽ വലിയ തോതിലുണ്ട്. ബി ജെ പിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക്, ഈക്കോസിസ്റ്റത്തിനകത്തേക്ക് വരുന്ന ആളുകളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഒരു പരമത വിദ്വേഷവും പുച്ഛവും. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടാൽ അറിയാലോ, മീഡിയയുടെ ആളുകളോട് എങ്ങനെയാണ് പെരുമാറുക. ഇന്നലെ അടക്കം നിങ്ങളോടൊക്കെ പെരുമാറിയത് ഏത് രീതിയിലെന്ന് അറിയാലോ. അത് ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ വരികയാണ്. അവിടുന്ന് എനിക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഇവരുപയോഗിക്കുന്ന ഭാഷ, ഇവരുപയോഗിക്കുന്ന ശൈലി, അതൊക്കെ നമുക്കൊട്ടും യോജിപ്പില്ലായിരുന്നു. പലപ്പോഴും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിയോജിപ്പുകൾ പലപ്പോഴും, വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് പാർട്ടിയിൽ നിന്ന് ശാസന നേരിട്ടിട്ടുണ്ട്, എന്നെ സെൻഷർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല ഘട്ടങ്ങൾ മാധ്യമങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബി ജെ പി നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഭാഷ, അവരുടെ ശൈലി എന്നൊക്കെ പറയുന്നത് ബി ജെ പിയുടെ മാത്രമല്ല, അതിൻ്റെ റൂട്ട്സ് നിൽക്കുന്നത് RSSലാണ്. അപ്പോൾ ഈ സന്ദീപിനുള്ള ഈ വിരോധം ഇപ്പോൾ ബി ജെ പിയോട് കാണിക്കുന്ന ഈ വിരോധം RSSനോടുമുണ്ടോ? ഞാൻ നോക്കൂ, ഈ പൊളിറ്റിക്സിൽ വിരോധം എന്ന് പറയാൻ പറ്റില്ല, എതിർപ്പുകളാണല്ലോ. അങ്ങനെയാണല്ലോ ബി ജെ പിക്കാരും പറയാറുള്ളത്. ആ എതിർപ്പുകൾ അവർ ഐഡിയോളജിയോടുള്ള എതിർപ്പാണ്, വ്യക്തികളോട് എതിർപ്പൊന്നുമില്ല. അപ്പം നാളെ സുരേന്ദ്രൻ ആ പ്രത്യയശാസ്ത്രത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹം ആഗ്രഹിച്ചാൽ, ഞാൻ പറയല്ല, സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ സ്വാഗതം ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അത് ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ തന്നെയാണ്. അത് ഏത് സംഘടന എന്നല്ല, ആ ടോട്ടൽ ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ബി ജെ പിയുടെ ഐഡിയോളജി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും അതൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. ആ ഐഡിയോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ധാർഷ്ട്യമുണ്ട്, ധിക്കാരമുണ്ട്, ഒരു ഓട്ടോക്രസിയുടെ സ്വഭാവമുണ്ട്. അതായത് ഏകശിലാ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക, താഴെത്തട്ടിലുള്ള ആളുകൾ അത് അനുസരിക്കുക. അതിലപ്പുറം ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് ഒരു സ്പേസും ബി ജെ പിക്ക് അകത്തില്ല. അതില്ലാതിരിക്കാൻ കാരണം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഐഡിയോളജി തന്നെയാണ്. ആ ഐഡിയോളജി എവിടെ നിന്ന് വന്നോ ആ ഐഡിയോളജിയോടാണ് ഇപ്പം എൻ്റെ എതിർപ്പ്. യെസ്, ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു. ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് ബി ജെ പി എന്നാണ്, ഞാൻ വിട്ടത് ബി ജെ പി എന്നാണ് വിട്ടു വന്നിട്ടുള്ളത്. ആ ബി ജെ പിയുടെ ഐഡിയോളജി സ്വാഭാവികമായിട്ടും അതിൻ്റെ റൂട്ട്സ് കിടക്കുന്നത് സംഘപരിവാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സംഘപരിവാറിൻ്റെ ടോട്ടൽ ഐഡിയോളജി, അതിനെ ആ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഐഡിയോളജിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അപ്പോൾ അതിനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബി ജെ പി ആയിരുന്നു. എനിക്ക് ചുമതലയുണ്ടായിരുന്ന പ്രസ്ഥാനം, ഞാൻ
ഓർഗനൈസേഷനിൽ ചുമതല ഉണ്ടായിരുന്നത് എനിക്ക് BJP യിലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് BJP തന്നെയാണല്ലോ ആദ്യമായിട്ട് തള്ളിപ്പറയണത്. അപ്പോൾ ഒരിക്കലും സംഘത്തിന്റെ ഭാഗമായിരുന്നില്ലേ സന്ദീപ്? ഞാൻ ആർ എസ് എസിലൂടെ അല്ല പബ്ലിക് ലൈഫിൽ വന്നത്. ഞാൻ ഞാൻ SFIയിലാണ് സ്കൂളിൽ പഠിക്കുമ്പോണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഡയറക്റ്റ്ലി BJP യിലേക്കാണ് വന്നത്. ഞാൻ RSSലേക്ക് ഡയറക്റ്റ് വന്ന ഒരാളല്ല. പക്ഷേ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ആശയത്തോട് BJP യിൽ വന്നതിന് ശേഷം കൂടുതൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, ശാഖയിൽ പോയിട്ടുണ്ട്, പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്വയം സേവകമായിട്ട് മാറിയിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ വിജയദശമിക്ക് പോലും RSSൻ്റെ ഗണവേഷം അണിഞ്ഞ് വിജയദശമി പരിപാടി പങ്കെടുത്താണ്. എൻ്റെ നാട്ടിലെ RSSൻ്റെ ഇത്തവണത്തെ വിജയദശമി പരിപാടി എൻ്റെ ഗ്രാമത്തിലാണ് നടന്നത്. എൻ്റെ ശാഖയാണ് അത് ഹോസ്റ്റ് ചെയ്തത്. പൂർണ്ണമായിട്ടും അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും സംവിധാനവും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. അത് അപ്പോൾ എല്ലാ വർഷത്തെയും ഗുരുദക്ഷിണ RSSലെ ഒരു മെമ്പർ ചെയ്യുന്ന ഏറ്റവും പ്രധാന ഗുരുദക്ഷിണ ഞാൻ ഗുരുദക്ഷിണ ചെയ്തിരുന്ന സ്വയംസേനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആ സംഘടനയാണെങ്കിലും BJP ആണെങ്കിലും അതിനൊരു ജനാധിപത്യ സ്വഭാവമില്ല. അവിടെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ അതല്ലെങ്കിൽ അത് കേൾക്കാനോ അതല്ലെങ്കിൽ ആളുകളെ കേൾക്കുക എന്നൊരു സ്വഭാവമില്ല. മൻ കി ബാത്താണ്, അവിടെ നിന്ന് റേഡിയോ ഓൺ ചെയ്ത് വെച്ചതുപോലെയുള്ള പരിപാടിയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അതാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സന്ദീപിന് BJP-യുടെ കേഡറിന് അപ്പുറത്തേക്ക് ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾ, ഹിന്ദു ഐക്യവേദിയായാലും ക്ഷേത്ര സംരക്ഷണ സമിതിയായാലും അതിലൊക്കെ ഒരുപാട് ഫാൻ ബേസുണ്ട്. സന്ദീപിൻ്റെ പല പ്രസംഗങ്ങളും അവർക്ക് പ്രചോദനമായിട്ടുണ്ട്. പല ഇഷ്യൂസും ടേക്കപ്പ് ചെയ്തത് സന്ദീപാണ്. ഉദാഹരണത്തിന് മറ്റേ ഹലാൽ ഫുഡിൻ്റെ ഹലാൽ ഫുഡ് ഇഷ്യൂ വാസ് ടേക്കൺ ബൈ സുരേന്ദ്രൻ. ഞാൻ ഓപ്പോസിറ്റായിട്ടാണ് സംസാരിച്ചത്. ഹലാൽ വിഷയത്തിലാണ് എന്നെ സെൻഷർ ചെയ്തത്. ഹലാൽ വിഷയം നോക്കൂ, ഈ സമൂഹത്തിൽ എത്രമാത്രം പരമത വിദ്വേഷം കടത്തിവിട്ട വിഷയമായിരുന്നു. എന്താ സുരേന്ദ്രൻ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയുള്ള ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുകയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. ഞാനപ്പോൾ എടുത്ത നിലപാട് സോഷ്യൽ മീഡിയയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഞാനത് ആദ്യം അന്ന് നമ്മുടെ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പേര് പറയുന്നത് ശരിയല്ല, ഒരു ചെയിൻ റെസ്റ്റോറൻറ്റ് ശൃംഖലയ്ക്കെതിരെ ഒരു വലിയ ആക്ഷേപം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ടായിരുന്നു, ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, നമ്മളുടെ ഒരു സ്പീച്ച്, നിരുത്തരവാദപരമായിട്ടുള്ള സ്പീച്ച് കാരണം ഒരാളുടെ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അല്ല, അന്ന് ആ റെസ്റ്റോറൻറ്റിനെതിരെ ക്യാമ്പയിൻ നടക്കുന്നത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. അതേ ദിവസമാണ് സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയും വന്നത്. അപ്പോൾ അത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം പാലക്കാട് ബോർഡറാണ്. ഞാൻ ജനിച്ചെല്ലാം മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകളിൽ പോകും. സുരേന്ദ്രനും അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് വന്ന ആളാണ്. ഈ പ്രസ്താവനയൊക്കെ നടത്തിയ ശേഷം സുരേന്ദ്രൻ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട വൻകിട മുസ്ലിം മുതലാളിമാരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുപ്പിയ ഭക്ഷണമാണോ കിട്ടുന്നതല്ലോ. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ട് കൃത്യമായ ലക്ഷ്യത്തോടെ ഒരു BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അത് മാത്രമല്ല, ഞാൻ അതിനെ വളരെ വ്യക്തിപരമായിട്ട് ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവരുത്, കേരളത്തെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന നിലപാടുകൾ ആരും സ്വീകരിക്കരുത്, വികാരമാവരുത്, വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേന്ദ്രൻ എന്നെ ഫോൺ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പാർട്ടി നിലപാടാണ് എൻ്റേതെന്ന് വേറെ പോസ്റ്റ് ഇടിയിപ്പിച്ചു. എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാണ്. എനിക്ക് വേറെ നിവൃത്തിയ കാലത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പോഴും അതൊരു വലിയ പ്രയാസമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം 1 വർഷത്തോളം എന്നെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വിലക്കി, TV ചർച്ചകളിൽ പോകുന്ന വിലക്കി, എന്നെ കംപ്ലീറ്റ്ലി